കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. സക്സസ് സ്റ്റോറി എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് ദേവകി ആർ മേനോൻ എന്ന ഒരു ബിസിനസ് കൺസൾട്ടന്റാണ്. വ്യത്യസ്ത മേഖലയിലുള്ള ആളുകൾ സക്സസ് സ്റ്റോറിയിൽ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇത് വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വനിത. അപ്പോൾ എന്താണ് ഈ ബിസിനസ് കൺസൾട്ടന്റ്? ഇപ്പം പല ആളുകളും ജീവിതത്തിൽ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്നവർക്ക് ഒരു മാർഗദർശനം നൽകുന്നതാണ്. കേരളത്തിലെ ഏതാണ്ട് 20-ലേറെ കമ്പനികൾക്ക് ബിസിനസ് സംബന്ധമായ ഉപദേശങ്ങൾ നൽകുന്നയാൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയും ഒരു മേഖലയുണ്ടോ? സാധാരണ മനുഷ്യർ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ ചിന്തിക്കും. കാരണം സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇത്തരം ചിന്തകളൊക്കെ കടന്നു ചെല്ലുക കുറവാണ്. ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് പല രീതിയിലുള്ള ആളുകളെയും നമ്മൾ കാണാറുണ്ട്. ഒരു ബിസിനസ് ചെയ്യാൻ മനുഷ്യന് പ്രേരക ശക്തിയായി മാറുക, അതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക, ബിസിനസ്സുകൾ പൊട്ടിത്തകരാതിരിക്കാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക. വെറുതെ ഒരാൾക്ക് നാളെ ചെന്നിങ്ങനെ ഉപദേശമൊന്നും നൽകാൻ പറ്റില്ല. അതിന് കൃത്യമായ അനുഭവ പരിജ്ഞാനം വേണം. MBA ഉൾപ്പെടെയുള്ള പഠനത്തിന് ശേഷം 10 വർഷം വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുക. എന്നിട്ട് ഒരു ബിസിനസ് കൺസൾട്ടന്റിന് വേണ്ട ഹയർ ക്വാളിഫിക്കേഷൻ എല്ലാം നേടിയ ശേഷം ഈ രംഗത്ത് സജീവ സാന്നിധ്യമാകുക. അങ്ങനെ 20-ലേറെ കമ്പനികൾക്ക് നിരന്തരമായി അവരോടൊപ്പം സഞ്ചരിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുക. പാലക്കാടിൻ്റെ മണ്ണിൽ നിന്നും കേരളത്തിലുടനീളമുള്ള ബിസിനസ് മേഖലകളിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ദേവകി ആർ മേനോൻ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പോൾ ദേവകിയുടെ ജീവിതത്തിലൂടെ പാലക്കാട് നിന്ന് ഇന്ന് കണ്ണൂരിൽ വന്ന് നമ്മോട് സംസാരിക്കുന്ന ദേവകി ആർ മേനോൻ കടന്നു വന്ന വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. പ്രേക്ഷകർക്കും ഒപ്പം ദേവകി ആർ മേനോനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞങ്ങളിങ്ങനെ വ്യത്യസ്ത മേഖലകളിലെ ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തി അവരിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് സക്സസ് സ്റ്റോറിയുടെ ഒരു യാത്ര. അതിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് പുതിയ അറിവുകൾ നൽകുക, ഇത് ആണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അങ്ങനെ ആണ് താങ്കളെക്കുറിച്ച് നമ്മുടെ ഇവിടുത്തെ വ്യവസായ വകുപ്പിൻ്റെ ജോയിന്റ് ഡയറക്ടർ സിറാസ് സാറാണ് താങ്കളെക്കുറിച്ച് ഞങ്ങളോട് പറയുന്നത്. ഇങ്ങനൊരു ബിസിനസ് കൺസൾട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ആദ്യമായിട്ടൊരു ബിസിനസ് കൺസൾട്ടൻറ്റിൻ്റെ അഭിമുഖം ഞങ്ങൾ ചെയ്യുന്നത്. ഒരാളെ അറിയാൻ അദ്ദേഹം എവിടെയാണ്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് എല്ലാവരും ആദ്യം ചോദിക്കുക. ഇപ്പോൾ ഒരാളെ പരിചയപ്പെട്ടാൽ എവിടെയാണ് ജനിച്ചത് എന്നാണ് ചോദിക്കുക, അല്ലേ? ആ ചോദ്യം ഞാൻ ചോദിക്കുന്നത്, എവിടെയാണ് ജനിച്ചത്? പാലക്കാട് എവിടെയാണ്? പാലക്കാട് മഞ്ഞളൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. പാലക്കാട് എത്ര ദൂരത്തിലാണ്? പാലക്കാട് ടൗണിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരെയാണ്. 20 കിലോമീറ്റർ. മാതാപിതാക്കൾ അച്ഛൻ അഗ്രികൾച്ചറിസ്റ്റ് ആണ്, അമ്മ ഹൗസ് വൈഫാണ്. അച്ഛന്റെ പേരെന്താണ്? രഘുനന്ദനൻ. അമ്മ മാലതി. രഘുനന്ദൻ മാലതി ദമ്പതികളുടെ മകൾ. നിങ്ങൾ എത്ര മക്കളാണ്? 2 മക്കളാണ്. ഒരാളാരാ? എന്റെ അനിയനാണ്. അനിയന്റെ പേര് ബാലു. എന്ത് ചെയ്യുന്നു? അനിയൻ ഇപ്പോ എറണാകുളത്ത് റോയൽ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു യൂസ്ഡ് കാസിന്റെ കമ്പനിയാണ്. കോഴിക്കോടുകാരൻ. അതെ, മുജീബ് റഹ്മാൻ. ആ കമ്പനിയുടെ ടെക്നിക്കൽ ഹെഡായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. അതിനും ഒരു ടെക്നിക്കൽ ഹെഡ് ഉണ്ട്. ഒരു ടെക്നിക്കൽ ഹെഡ് ഉണ്ട്. അതെ, ഒരു പ്രീമിയം കാസിന്റെ സ്പെഷ്യലിസ്റ്റ് വിൽക്കുന്ന കോഴിക്കോടുകാരനാണ് അയാള്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം കോഴിക്കോട് ട്രിപ്പൻഡ ഹോട്ടലിൽ വെച്ചിട്ട് അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അറിയാം, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയാണ്. അവരുടെ സർവീസ് ഡിവിഷൻ ഉണ്ട്. സർവീസ് ഡിവിഷന്റെ ഹെഡായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യും. പിന്നെ പഠനമൊക്കെ എവിടെയായിരുന്നു? പഠനം പാലക്കാട് തന്നെയായിരുന്നു. ചിന്മയ വിദ്യാലയയിലാണ് പഠിച്ചത്. എവിടെ വരെ? 12th സ്റ്റാൻഡേർഡ് വരെ. പ്രൈമറി എല്ലാം അവിടെ തന്നെയാണ്? പ്രൈമറി എല്ലാം ചിന്മയിലാണ് പഠിച്ചത്. പ്ലസ് ടു വരെ. അത് കഴിഞ്ഞ് ഡിഗ്രി? അത് കഴിഞ്ഞ് ഞാൻ കോയമ്പത്തൂർ പഠിച്ചു. ഏതാണ് പഠിച്ചത്? BSc കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത്. BSc കമ്പ്യൂട്ടർ സയൻസ്. ഈ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളെങ്ങനെയാ പിന്നെ MBA-ലേക്ക് പോയത്? സാധാരണ അങ്ങനെ എടുക്കുന്ന ആളുകൾ BCom കഴിഞ്ഞ് അല്ലെങ്കിൽ BBA കഴിഞ്ഞിട്ട് MBA. ഇത് ഒരു പുതിയ എങ്ങനെയാണ് അതിന്റെ? അതായത് അന്ന് ശരിക്കും പറഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ എന്ത് പഠിക്കണം എന്ന് അറിയില്ലായിരുന്നു. +2 കഴിഞ്ഞപ്പോൾ +2 സയൻസാണ് പഠിച്ചത്. അപ്പോൾ സയൻസ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഗൈഡൻസ് ഒന്നും തരാൻ അന്ന് ആരുമില്ല. അപ്പൊ അന്നത്തെ ഒരു ട്രെൻഡിങ്, അതായത് 1999 ആ ടൈമിലാണ് ഞാൻ +2 കഴിയുന്നത്. അപ്പൊ അന്ന് വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കോഴ്സാണ് BSc കമ്പ്യൂട്ടർ സയൻസ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ AI എന്ന് പറയുന്ന പോലെ അന്ന് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലേ നാളെ മേലാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, ജോലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അറിഞ്ഞിരിക്കണം എന്ന ഒരു സിറ്റുവേഷനാണ്.
അപ്പൊ എന്നാ BSc കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുത്ത് പഠിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അന്ന് പാലക്കാട് ഇപ്പൊ നമുക്ക് അങ്ങനെ കോഴ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കോയമ്പത്തൂർ പോയിട്ടാണ് പഠിച്ചത്. കോയമ്പത്തൂർ ഞാൻ VLB ജാനകി അമ്മൾ കോളേജിലാണ് പഠിച്ചത്. പഠിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കമ്പ്യൂട്ടർ സയൻസ് അല്ല എന്റെ മേഖല എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാൻ കൂടുതലും ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജോലിയാണ് ഇഷ്ടപ്പെടുന്നത്. ഈ സ്കൂൾ കാലഘട്ടത്തിൽ വേറെ വല്ല കലാരംഗത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? കലാരംഗത്ത് സ്പോർട്സിലാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. സ്പോർട്സില് ഞാൻ കൂടുതലായിട്ടും റൈഫിൾ ഷൂട്ടിംഗ് ആയിരുന്നു. വ്യത്യസ്ത മേഖലയാണ്. അതെ, അതെന്ന് വെച്ചാൽ അച്ഛൻ പാലക്കാട് ഡിസ്ട്രിക്ട് റൈഫിൾ ക്ലബിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, ലൈഫ് മെമ്പറാണ്. അപ്പൊ അച്ഛന്റെ കൂടെ ക്ലബിൽ പോവുമായിരുന്നു എപ്പോഴും. അങ്ങനെ പോയി പിന്നെ അതിനോടുള്ള താല്പര്യമായി, പിന്നെ ക്ലബിലെ മെമ്പറായി പഠിച്ചു. അപ്പൊ സ്ഥിരമായിട്ട് ഒരു ജൂനിയർ ആ ഒരു ഏജ് തൊട്ട് എനിക്ക് തോന്നുന്നു 13 വയസ്സ് തൊട്ടിട്ട് ഉന്നം തെറ്റാതെ ഷൂട്ട് ചെയ്യും. അത്യാവശ്യം സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസിലൊക്കെ വിന്നറായി. ലൈസൻസ്, അച്ഛന് ലൈസൻസ് ഉണ്ട്. അല്ല, അച്ഛൻ റൈഫിൾ ക്ലബിൽ മെമ്പർ ആയതുകൊണ്ട് അച്ഛന്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് അങ്ങനെ മെമ്പർ ആയത്. പിന്നെ അച്ഛൻ സ്ഥിരമായിട്ട് ക്ലബിൽ പോയി പ്രാക്ടീസ് ചെയ്യായിരുന്നു. അച്ഛൻ പഴയ കാലത്തുള്ള ഒരു ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അച്ഛന് ക്ലബിലുള്ളത് ഡാൻസ് ഇഷ്ടമാണ്. അമ്മ ഡാൻസറാണ്. അമ്മ ഇപ്പോ താളം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് കേരളത്തില്. അതായത് തിരുവാതിരക്കളി ആർട്സ് ലവേഴ്സ് അച്ചീവേഴ്സ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ വൺ ഓഫ് ദി ഫൗണ്ടർ ആണ് അമ്മ. അത് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ്, അവരൊരു 1 ഇയറിന് അടുത്തായിട്ടേ ഉള്ളൂ ചെയ്തിട്ട്. അപ്പൊ അതില് അതായത് കേരളത്തിലുള്ള എല്ലാ തിരുവാതിരക്കളി കളിക്കുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണത്. അതിന്റെ അമ്മ ഫൗണ്ടർ സെക്രട്ടറിയാണ്. അപ്പൊ അമ്മ തിരുവാതിര കളികൾക്ക് ഒരുപാട് കളികളായിട്ട് പോകും ഇപ്പോ. പിന്നെ അമ്മ ഡാൻസ് പഠിച്ചിരുന്ന കാലത്ത് അമ്മ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്റ്റേജ് പെർഫോമൻസിനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും ഉള്ളൊരു കാലഘട്ടമായിരുന്നില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ പെർഫോം ഒന്നും അധികം ചെയ്യാൻ പിന്നീട് പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പൊ അമ്മ വളരെ സജീവമായിട്ട് തന്നെ തിരുവാതിര കളിയുടെ പ്രോഗ്രാംസിൽ. അതൊരു നല്ല അനുഭവം. അപ്പം ഈ നൃത്തമൊക്കെ ചെറുപ്പത്തിൽ കൊണ്ടു നടന്നു. അത്രേ ഉള്ളൂ. അതൊരു പ്രൊഫഷൻ ആയിട്ടോ അല്ലെങ്കിൽ അതിലേക്ക് അങ്ങനെ ഞാൻ ഡാൻസ് പഠിച്ച് അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഇഷ്ടമാണ്, ഡാൻസ് ചെയ്യും. ഇപ്പോഴും ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യും. പക്ഷെ അതങ്ങനെ ഒരു ഡാൻസ് ഭരതനാട്യം ഒന്നും പഠിച്ച് ചെയ്യുന്നതൊന്നുമല്ല. അല്ലാതെയുള്ള സ്റ്റേജിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ? സ്കൂൾ കാലഘട്ടത്തിൽ അങ്ങനെ അത് അങ്ങനെ എന്ത് ആവണം എന്ന് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അതായിരുന്നു ഒരു സിറ്റുവേഷൻ. പക്ഷെ പഠിക്കും, അങ്ങനെ ഒരു ആവറേജ് ആയിട്ട് പഠിച്ചു പോകും, പഠിക്കും. പക്ഷെ എന്താവണം എന്നുള്ളൊരു പ്രത്യേകിച്ച് ഒരു എയിം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ മേഖല പറ്റില്ല എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അത് കോഡിംഗ് ആണ് കൂടുതലും പഠിച്ചത് ആ കാലത്തൊക്കെ. ഇപ്പോൾ ഉള്ള പോലെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനത്തെ മോഡലൊന്നും അല്ലല്ലോ. അപ്പൊ കോഡിംഗ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സീറ്റിൽ ഡെസ്കിൽ ഇരുന്ന് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കോഡിംഗ് പഠിക്കാൻ കുഴപ്പമില്ല, പക്ഷെ അത് പഠിച്ചുകൊണ്ട് എനിക്കത് ഹെൽപ്ഫുൾ ആവുന്നില്ല, ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ അത് പാസ്സായ ശേഷം ഞാനിങ്ങനെ അന്വേഷിച്ചു, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതിൽ ചെയ്യണം. അപ്പൊ അങ്ങനെ ഞാൻ PG ചെയ്ത കുറെ ആളുകളോട് ചോദിച്ചു ഏതാണ് എനിക്ക് പറ്റുന്ന PG. അപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരുവിധ ആൾക്കാരൊക്കെ MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MCAക്കാണ് നോർമലി ക്ലാസ്സിൽ പഠിച്ച ഒരു ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ പോയത്. അപ്പൊ ഞാൻ വ്യത്യസ്തമായിട്ട് എനിക്ക് MBAക്ക് പോയാൽ കൊള്ളാം, കാരണം MBA പറ്റി അറിഞ്ഞു കേട്ടപ്പോ MBAക്ക് പോയാൽ കൊള്ളാം എന്ന് തോന്നി. പക്ഷെ MBAക്ക് പോയതോടുകൂടെ പിന്നെ എനിക്ക് മനസ്സിലായി ഏതാണ് എന്റെ മേഖല. VLBയിൽ തന്നെ പഠിച്ചത്. VLB ജാനകി അമ്മൾ കോളേജിൽ MBA പഠിച്ചു. അവിടുന്ന് ഞാൻ 2005 പാസ് ഔട്ടായി. MBA കഴിഞ്ഞ് പിന്നെ ഞാൻ ആദ്യത്തെ ജോലി എന്റെ ഫാക്കൽറ്റി ആയിട്ട് കോളേജിലാണ് ഞാൻ പഠിപ്പിക്കാനാണ് ഫസ്റ്റ് ജോബ് കിട്ടിയത്. കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്മെന്റ് കിട്ടിയത്. ആദ്യം പഠിപ്പിക്കുന്നത് ICFI എന്ന് പറഞ്ഞിട്ട് ICFI എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്, ഹൈദരാബാദിൽ ബേസ്ഡ് ആണ് അവര്. അവർക്ക് ഇവിടെ എൻറ്റയർ ഇന്ത്യയിൽ അവരുടെ ഫസ്റ്റ് ഞാൻ ഹൈദരാബാദിൽ ആദ്യത്തെ ജോലി ഹൈദരാബാദിലായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് MBA കഴിഞ്ഞ ഉടൻ തന്നെ ഹൈദരാബാദിൽ ജോലി കിട്ടുന്നു. MBAക്ക് ട്യൂട്ടറായിട്ട് പോകുന്നു. എത്ര വർഷം അവിടെ? ICFIയിൽ ഞാൻ 4 വർഷം വർക്ക് ചെയ്തു. ഹൈദരാബാദിൽ 2 വർഷം ഉണ്ടായിരുന്നുള്ളൂ. ICFI എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്, ICFAI.
അവർക്ക് MBA ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവർക്ക് അക്രോസ് ഇന്ത്യ കോളേജസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ കോഴിക്കോടേക്ക് വന്നു, ട്രാൻസ്ഫർ ആയി വന്നു. ഇപ്പൊ ആ കോളേജ് ഹൈദരാബാദിലാണ് ഉള്ളത്. കൂടുതൽ ഓൺലൈൻ പ്രോഗ്രാംസ് ആണ് കൊടുക്കുന്നത്. ഫിസിക്കൽ സെന്റേഴ്സ് ഇപ്പൊ ഇല്ല. അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കൂടുതലും ഓൺലൈൻ MBA ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ നമ്മുടെ ഈ ചെറുപ്പകാലം, ഈ ഒരു പ്ലേ സ്കൂൾ മുതൽ MBA വരെയുള്ള പഠനകാലം, ആ കാലഘട്ടത്തിൽ ഏറ്റവും ഓർമ്മിക്കാൻ പറ്റിയ സംഭവങ്ങൾ എന്ന് ഓർമ്മയുണ്ട്? അതിന് ജീവിതത്തിൽ മുന്നേറാൻ പ്രചോദനമായി മാറിയ, പ്രേരകമായി മാറിയ എന്തെങ്കിലും ഓർമ്മകളിലൂടെ കടന്നു പോകാൻ പറ്റും? സ്കൂൾ ലൈഫിൽ അങ്ങനെ പ്രചോദനമായ, അതായത് ഫ്യൂച്ചറിലേക്ക് ഇൻസ്പയർ ചെയ്യുന്നതായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ചെറുപ്പകാലം വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു തറവാട് വീട്ടില് അങ്ങനെ ജനിച്ച് വളർന്ന് കൂട്ടുകുടുംബമായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ സക്സസ് സ്റ്റോറിയെ ഒരു ജഡ്ജി ഇന്ദിര വന്നു. ലക്ഷദ്വീപ് ജഡ്ജാണ് മാഡം. ഈ പറഞ്ഞിട്ടുണ്ട് അവരുടെ കുടുംബത്തിൽ ഒത്തിരി ആളുകൾ, 100 പേരുണ്ട്. ഒരുപാട് പേര് ഞങ്ങൾ ഒരുമിച്ച് കുളത്തിൽ കുളിക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, പ്ലേസ് ആണ്. ഞങ്ങളുടെ സ്ഥലം അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പൊ പഴയ ഒരു തറവാട്, അത് ഒരു 2-3 വീടുകൾ, കുടുംബങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോ അതേപോലെ തന്നെ വീട്ടില് കസിൻസ്. അപ്പോ അങ്ങനെ ജനിച്ച് വളർന്ന അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. വലിയ സങ്കടങ്ങളൊന്നുമില്ല, എല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫായിരുന്നു. പക്ഷെ അച്ഛൻ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ പറഞ്ഞ പോലെ റൈഫിൾ ഷൂട്ടിംഗ്, അതുപോലെ ബൈക്ക് റേസിംഗ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളിലൊക്കെ അച്ഛൻ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അച്ഛൻ നർത്തകി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ വഴികളിൽ സഞ്ചരിക്കാതെ ഇവർ രണ്ടുപേരും കടക്കാത്ത പുതിയൊരു വഴികളിലൂടെ സഞ്ചരിച്ചു. നമുക്ക് ദേവകി ആർ മേനോൻ പഠനകാലം പറഞ്ഞു. ഹൈദരാബാദിൽ ഉള്ള ജോലിക്കാലം ആദ്യം നോക്കാം നമുക്ക്. ഈ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാടുകാരിയാണ് താങ്കൾ. കോയമ്പത്തൂർ പഠനം കഴിയുന്നു, ഹൈദരാബാദ് പോലുള്ള ഒരു നഗരത്തിലേക്ക് ആദ്യമായിട്ട്. അത് ഏത് ഇയറിലാണ് പോകുന്നത്? 2005. എന്തായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. ഹൈദരാബാദ് ആന്ധ്രാപ്രദേശിന്റെ ഭാഗമായിട്ടുള്ള ക്യാപിറ്റലാണ്. എന്തായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് കിട്ടുന്ന ആദ്യത്തെ എക്സ്പോഷറാണ്. ഈ നാട്ടിൽ നിന്നൊക്കെ മാറി. ഇപ്പൊ കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ ദൂരമല്ലല്ലോ, പാലക്കാടിന്റെ വളരെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അത് അത്രയും ദൂരെ പോകുന്നുണ്ട്. പക്ഷെ ഹൈദരാബാദിലേക്ക് പോയപ്പോഴാണ് ശരിക്കും ആദ്യത്തെ ഒരു എക്സ്പോഷർ കിട്ടുന്നത്. അവിടെ എല്ലാവരും സ്റ്റുഡൻസ് മാത്രമല്ല, അവിടെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴും കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അക്രോസ് ഇന്ത്യയിലുള്ള പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇടപഴകുക, അതൊക്കെ തന്നെ വലിയൊരു നമുക്ക് അന്നേരം ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കിയത്. കാരണം അത്രയും ആളുകളൊക്കെ പരിചയപ്പെടാൻ. ക്ലാസ്സിൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് 2 ഇതുണ്ടായിരുന്നു. അതായത് മെയിൻ നമുക്കൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട് അവിടെ, ഈ കോളേജിന്റെ. ആ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഫസ്റ്റ് ഫ്രഷേഴ്സ് ആവുമ്പോൾ ഞങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക. പിന്നെയാണ് നമ്മളെ പഠിപ്പിക്കാൻ വിടുള്ളൂ. അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളും പല സ്ഥലത്തു നിന്നുള്ള കുട്ടികളായിരിക്കും. അത് ഒരിക്കലും കേരളൈറ്റ്സ് അങ്ങനെയൊന്നും അല്ലല്ലോ, എല്ലാവരും ഉണ്ടാവും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വർക്ക് ചെയ്യാനും. അത് MBA തന്നെയാണ് അവിടെ എടുക്കുന്നത്. MBA ആണ്. അപ്പോ അതെങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു നമ്മുടെ നാട്ടിലെ മക്കളെയാണോ അവരെ പെരുമാറ്റവും അവരുടെ രീതികളൊക്കെ? നല്ലതായിരുന്നു. എനിക്ക് അങ്ങനെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം സബ്ജക്ട് നമ്മൾ പഠിപ്പിക്കാൻ തറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളെ മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ഏത് സ്ഥലത്തു നിന്നുള്ള കുട്ടികളായാലും പല പല കൾച്ചേഴ്സിലൊക്കെ ആയിരിക്കും, എന്നാലും അവർ സ്റ്റുഡൻസ് അല്ലേ. ഒരിക്കലും തോന്നിയിട്ടില്ല. ആസ്വദിച്ചിരുന്നു ആ ജോബ്. ഞാൻ ഒരുപാട് ആസ്വദിച്ചിരുന്നു. എത്ര വർഷമായിരുന്നു? ഞാൻ 4 ഇയേഴ്സ് ടീച്ചിങ് ഫീൽഡിലായിരുന്നു. അല്ല, 2 വർഷം പിന്നെ കോഴിക്കോടായിരുന്നു. അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. നമ്മൾ ചോദിക്കും, റിക്വസ്റ്റ് ചെയ്യും, നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന്. പിന്നെ കോഴിക്കോട് അല്ല, പാലക്കാടൊക്കെ സെന്റേഴ്സ് എല്ലായിടത്തും, കേരളത്തിൽ എല്ലായിടത്തും സെന്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം വേക്കൻസി വന്നത് കോഴിക്കോടായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ കോഴിക്കോട് 2 വർഷം. ഹൈദരാബാദിലെ കുട്ടികളെ പഠിപ്പിച്ചതും കോഴിക്കോട് കുട്ടികളെ പഠിപ്പിച്ചതും ഡിഫറൻസ് നല്ലോണം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഹൈദരാബാദിൽ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സിറ്റിയാണ്. അപ്പൊ സിറ്റിയിലേക്ക് അത്തരത്തിലുള്ള കുട്ടികളാണ് വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ റൂറൽ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള MBA പ്രോഗ്രാമാണ്. അപ്പൊ അല്ല, സെയിം സിലബസ് ആണ്. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർ, അതായത് ഇവര് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ കോഴിക്കോട്, പാലക്കാട്, മലപ്പുറത്തൊക്കെ സെന്റേഴ്സ് തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ റൂറൽ ഏരിയയിലെ കുട്ടികളിലേക്ക് MBA പ്രോഗ്രാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു, പ്രോഗ്രാമാണ്. അപ്പൊ റൂറൽ ഏരിയയിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് കോഴിക്കോട്, വടകര, കുറ്റ്യാടി ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ കുട്ടികളുണ്ടാവും. കണ്ണൂർ സെന്റർ ഉണ്ടായിരുന്നു. അപ്പോ
ചിലപ്പോൾ എന്താ പറയുക, അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ നമ്മൾ നല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് അവിടെ കൊടുക്കുമായിരുന്നു, ലാംഗ്വേജ് ക്ലാസ്സസ് കൊടുക്കുമായിരുന്നു. MBA പഠിപ്പിക്കൽ മാത്രമല്ല, അപ്പൊ അതിനുള്ള ഫാക്കൽറ്റീസ് അവിടെ ഉണ്ടായിരുന്നു, സോഫ്റ്റ് സ്കിൽ ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവരുടെ പ്ലേസ്മെന്റും കൂടെ ഏറ്റെടുക്കണം. ഈ കുട്ടികളുടെ ടീച്ചേഴ്സിന് പഠിപ്പിക്കൽ മാത്രമല്ല, കുട്ടികളുടെ ഇന്റേൺഷിപ്സ്, അവരുടെ പ്ലേസ്മെന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണമായിരുന്നു. അപ്പൊ കോഴിക്കോട് വന്ന ശേഷം 2 കൊല്ലം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടി. കമ്പനികളും ആൾക്കാരൊക്കെ ആയിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും കുട്ടികളെ പ്ലേസ് ചെയ്യാനും, അങ്ങനെ അവിടെയുള്ള ഒരുവിധം കുട്ടികൾക്ക് നമ്മൾ ഒരു 100% പ്ലേസ്മെന്റ് കൊടുക്കാൻ സാധിച്ചു. MBBS കഴിഞ്ഞവർക്ക് ഒരു MD എടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. തീർച്ചയായും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് അത് ആ ലെവലിൽ അവരങ്ങോട്ട് പോകുന്നു. MBA കഴിഞ്ഞ ആൾക്ക് നെക്സ്റ്റ് എന്ത്, ഇനി അത് പഠിക്കാൻ തീരുമാനിച്ചാൽ നെക്സ്റ്റ് എന്ത്? നെക്സ്റ്റ് ഇപ്പോ MBA എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. ശരിക്കും മാനേജ്മെന്റിന്റെ ബേസ് ആണ് MBA നമ്മൾ പഠിക്കുന്നത്. എന്താണ് മാർക്കറ്റിംഗ്, എന്താണ് HR, അത് നമ്മൾക്ക് ഒരു ബേസിക് ഐഡിയ മാത്രമേ തരുന്നുള്ളൂ. പ്രൈമറി ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ പഠിക്കാം. കാരണം വെച്ചാൽ അതിൽ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ തന്നെ പഠിച്ച ഒരു കോഴ്സ് ഇപ്പൊ ലീൻ 6 സിഗ്മ, അതിൽ ഇപ്പൊ ഗ്രീൻ ബെൽറ്റ് ലീൻ 6 സിഗ്മ. ഓക്കെ, അത് നമുക്ക് ലീൻ മാനേജ്മെന്റ് ആണ്. അതായത് നമുക്ക് പ്രൊഡക്ഷൻ ഒക്കെ നടത്തുന്ന ഓർഗനൈസേഷൻസ്, അതുപോലെ സർവീസ് ഓർഗനൈസേഷൻസ്. അത് യൂണിവേഴ്സിറ്റി അല്ല, അത് നമുക്ക് സർട്ടിഫിക്കേഷൻ തരുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എടുത്തേക്കുന്നത് KPMG-യുടെ ആണ്. KPMG എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേൾഡ് വൈഡ് ആയിട്ട് KPMG-യുടെ ഫുൾ ഫോം അല്ല. KPMG എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട് നോൺ ആയിട്ടുള്ള ഒരു പോപ്പുലർ കൺസൾട്ടൻസി ഫേമാണ്, കൺസൾട്ടൻസി കമ്പനിയാണ്. അപ്പോൾ KPMG, അതുപോലെ PwC, ഏർണസ്റ്റ് ആൻഡ് യങ്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ അവർ തന്നെ ഇങ്ങനത്തെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് വൺ ഓഫ് ദ കോഴ്സാണ്. ഇതേപോലെ അനവധി ഷോർട്ട് കോഴ്സുകളുണ്ട്. ഇപ്പൊ നമുക്ക് HR വേണമെങ്കിൽ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടേഴ്സിന്റെ പറയുന്ന പോലെ തന്നെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്, എല്ലാ ഏരിയയിലും സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു സ്പെഷ്യലിസ്റ്റ് ആവണമെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമുക്ക് തെരഞ്ഞെടുത്ത് പഠിക്കാം. പക്ഷെ അത് പഠിച്ചാലും ഇതിൽ ജോലി സ്കോപ്പിനേക്കാൾ കൂടുതൽ നമ്മൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഏരിയയും കൂടെ കിട്ടണം. അത് ആപ്ലിക്കേഷൻ ആവുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയി നമ്മൾ അതിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ എന്നാലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിപ്പോ ഒരുപാട് ആളുകൾ ഇപ്പൊ MBA പഠിച്ചവർ, ഇപ്പൊ MBA പഠിക്കാത്തവര് തന്നെ എത്ര സ്ഥാപനങ്ങളിൽ വലിയ പൊസിഷൻസിൽ ഇരിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് അത് പഠനം മാത്രമല്ല, ഇപ്പൊ തീർച്ചയായും ഒരുപാട് ആളുകൾ പ്രായോഗിക പരിജ്ഞാനത്തിലൂടെയാണ് പല പൊസിഷൻസിലേക്ക് എത്തിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ വർക്ക് ചെയ്യാൻ റെഡി ആയതുകൊണ്ടാണ്. ആ വില്ലിംഗ്നെസ് അതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ MBA എടുക്കുന്ന കാലഘട്ടത്തിൽ പെൺകുട്ടികൾ MBAക്ക് സജീവമായിട്ടുണ്ടായിരുന്നു. എന്റെ ക്ലാസ്സിൽ ഒരു 30 സ്റ്റുഡൻസിൽ 15 ബോയ്സും 15 ഗേൾസും ഈക്വലി ഉണ്ടായിരുന്നു. അവരൊക്കെ ഏത് മേഖലയിൽ എത്തിയിട്ടുണ്ട്? എല്ലാവരും ഇപ്പൊ നല്ല കമ്പനികളിൽ നല്ല പൊസിഷൻസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഈ MBA ഇപ്പൊ പലരും ഓൺലൈനായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു അവസ്ഥ എന്താ? ഓൺലൈനിൽ നമ്മൾ MBA പഠിക്കുമ്പോഴും ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് നോളജ് അക്വയർ ചെയ്യാൻ പറ്റും, നമുക്ക് പഠിക്കാം. സബ്ജക്ട് പഠിക്കാൻ ഇപ്പോൾ ഓൺലൈൻ പഠിച്ചാലും മതി. അതിപ്പോൾ ഞാനും ഒരുപാട് ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഓൺലൈനിൽ നമുക്ക് പഠിച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ ആ ഏത് പഠിക്കുന്ന കാര്യവും നമ്മൾ അത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ആ കൺസെപ്റ്റ് എന്താണ്, എന്തിനു വേണ്ടി അത് ഉപയോഗിക്കുന്നു, എപ്പോൾ ഉപയോഗിക്കുന്നു, എവിടെ ഉപയോഗിക്കുന്നു, അങ്ങനെ മനസ്സിലാക്കുക എന്നതാണ് അതിന്റെ കാര്യം. അല്ലാതെ ഓൺലൈൻ കോഴ്സുകളും മോശമാണെന്നോ മറ്റേതാണ് നല്ലതെന്നോ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. ചില കാര്യങ്ങൾ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫാക്കൽറ്റീസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ട്. ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ അത് കുറവായി. പക്ഷെ കൂടുതൽ ഓൺലൈനിൽ പഠിക്കുന്ന ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവർക്കൊരു ഡിഗ്രി മതി. അപ്പൊ അതിന് പറ്റുന്നവർക്ക് ഓൺലൈൻ കോഴ്സസ് വളരെ നല്ലതാണ്. വളരെ ഫ്ലെക്സിബിൾ ആണ്. ഓൺലൈൻ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് പേർക്ക് ഇപ്പൊ അങ്ങനെ പഠിക്കാൻ പറ്റുന്നത്. അങ്ങനെ അതിനകത്ത് വ്യത്യസ്തമായ ചില മേഖലകളുണ്ട്. ഈ കോഴിക്കോട് ഹൈദരാബാദ് കഴിഞ്ഞ് കോഴിക്കോട് വന്ന് 2 വർഷം നിൽക്കുന്നു. അതിനുശേഷം എന്തായിരുന്നു? കോഴിക്കോട് 2 വർഷം ജോലി ചെയ്ത ശേഷം കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരു IT ഫേമിൽ കുറച്ചു കാലം കോഴിക്കോട് തന്നെ വർക്ക് ചെയ്തു. അവിടെ ഞാൻ അസിസ്റ്റന്റ് മാനേജർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു പൊസിഷനിലാണ് വർക്ക് ചെയ്തത്. അവിടെ നിന്നാണ് മാർക്കറ്റിംഗ് സെയിൽസിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത്. ഒരു IT ഫേമാണ്. അതുവരെ പഠിപ്പിക്കൽ മാത്രമേ പഠിപ്പിക്കുന്ന ആളെങ്ങനെയാണ് വിപണന രംഗത്തേക്ക് വരുന്നത്, അത് അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? കാരണം അധ്യാപകരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അനുസരിപ്പിച്ച് ശീലമുള്ളവരാണ്, ഒരിക്കലും അനുസരിച്ച് ശീലമില്ലാത്തവരാണ്. അധ്യാപകരെ കുറിച്ച് അങ്ങനെയാണ് കേൾവി. അതിനൊരു കഥ തന്നെയുണ്ട്. ഒരു KSRTC ബസ്സിൽ ഒരു ബാഗ് ഓടിച്ച ഒരാൾ നിൽക്കുന്നു. കണ്ടക്ടർ മുന്നോട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നില്ല എങ്കിൽ അവർ അധ്യാപകരാണെന്ന് പറയുക. കാരണം അനുസരിച്ച് ശീലമില്ല. അത് അവരുടെ പഠന ക്ലാസ്സിൽ അവർ പറഞ്ഞതാണ്.
അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് അനുസരണവും അനുസരിപ്പിക്കലും രണ്ടും കൂടി ചേർന്നിട്ടാണല്ലോ, അപ്പൊ എങ്ങനെയാ സാധിച്ചത്? അതായത് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് എന്ന് പറയുമ്പോൾ ഞാനും കുട്ടിയായിരുന്നു. കാരണം എനിക്ക് കോഴ്സ് കഴിഞ്ഞ ഉടനെ കിട്ടിയിട്ടുള്ള ഒരു ജോബാണ്. അപ്പൊ ആ സമയത്ത് ഞാനും അങ്ങനെ ഒരു ടീച്ചർ ലെവലുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്കൊന്നും എത്തിയിട്ടില്ല. കാരണം നമ്മളും അപ്പൊ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്ന ഒരു ബിഗിനർ അല്ലേ, കരിയറിൽ ബിഗിനറാണ്. എന്നാൽ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കുട്ടികളാണ്. കാരണം എന്താ വെച്ചാൽ എന്റെ പ്രായം തന്നെയുള്ള കുട്ടികളുണ്ട്, എന്നേക്കാൾ പ്രായമുള്ളവരുണ്ട്, പിന്നെ ഈക്വൽ ഏജ് ആയിരിക്കും. കാരണം വെച്ചാൽ ഒരു 2 വയസ്സ് താഴെയുള്ളവരേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി ആയിരുന്നു. എന്റെ ഒരു ക്ലാസിന്റെ നേച്ചർ കുറച്ചും കൂടെ അങ്ങനെ ഒരു ഫ്രണ്ട്ലി മാനറുള്ള ക്ലാസ് ആണ്. കാരണം ഞാൻ വലിയ ടീച്ചറൊന്നും ആയിട്ടില്ല. പിന്നെ എനിക്കും അങ്ങനെ PhD ഒക്കെ ഉള്ള ടീച്ചർമാർ കോളേജിലുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ PhD ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റ് തന്നെ ഉണ്ട്. അപ്പൊ അന്ന് അങ്ങനെ ഒരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ആളായിരുന്നില്ല. പക്ഷെ അന്ന് എങ്ങനെയാണ് ഈ വിപണന രംഗത്തേക്ക് വന്നതെന്ന് ചോദിച്ചില്ല. അന്ന് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു തോന്നലുണ്ടായിരുന്നു, MBA പഠിപ്പിക്കണമെങ്കിൽ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് വേണം. ഇപ്പൊ ഞാൻ ഈ ടീച്ചിങ് ചെയ്ത് മാറിയില്ലെങ്കിൽ പിന്നീട് നമുക്ക് മാറാൻ പ്രയാസമായിരിക്കും. കാരണം താങ്കൾ പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. ഇപ്പൊ ഫാക്കൽറ്റി ആയ ഒരാൾക്ക് ഇൻഡസ്ട്രിയിലേക്ക് ജോലി കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷെ ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ ഇൻഡസ്ട്രിയിലുള്ള ഒരാൾക്ക് എപ്പോഴും വേണമെങ്കിൽ ഫാക്കൽറ്റി ആണ്. അപ്പോ എനിക്ക് കുറച്ചുകൂടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം എന്നൊരു താല്പര്യം വന്നു. ICFI കുറച്ചുകൂടെ ഒരു മോറോർ ഇൻഡസ്ട്രി ടൈപ്പ് തന്നെ ആയിരുന്നു. നമ്മൾ പഠിപ്പിക്കലാണെങ്കിൽ പോലും കുറച്ചും കൂടി അക്കാഡമിക് കോർഡിനേഷൻ, അങ്ങനെ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി കുട്ടികൾക്ക് പ്ലേസ്മെന്റ്സ് കൊടുക്കണം, കോളേജിലേക്ക് അഡ്മിഷൻസ് കൊണ്ടുവരണം, കുട്ടികളുടെ ഇന്റേൺഷിപ്സ് നോക്കണം, അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. പക്ഷെ അത് തന്നതൊക്കെ നമുക്ക് ആസ് എ ബിഗിനർ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നു. ഈ അസിസ്റ്റന്റ് മാനേജർ മാർക്കറ്റിംഗ് അവിടെയാണ് വന്നു നിൽക്കുന്നത്. നമുക്ക് ദേവകി ആർ മേനോൻ എങ്ങനെ ഒരു അധ്യാപികയുടെ റോളിൽ നിന്ന് ഒരു ബിസിനസ്സുകാരിയായി മാറിയാൽ മാത്രമല്ലേ ഒരു നല്ല ബിസിനസ് കൺസൾട്ടന്റ് ആകാൻ പറ്റൂ. അങ്ങനെ ആ മാർക്കറ്റിംഗ് ഹെഡിന്റെ ചുമതല എങ്ങനെ വഹിച്ചു എന്ന് നോക്കാം. ദേവകി പറഞ്ഞു ഈ ജോലി, ഈ 4 വർഷത്തെ അധ്യാപനം കഴിഞ്ഞു, അത് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? ശരിക്കും ഉപേക്ഷിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്, ഇൻഡസ്ട്രിയിലേക്ക് പോകണം എന്നുള്ള. എന്നിട്ട് ജോലി തേടി ആദ്യം കിട്ടിയത് എവിടെയാണ്? ആദ്യം കിട്ടിയത് കോഴിക്കോട് ഓഫേത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി, അതൊരു IT ഫേം ആണ്. അവിടെയാണ് ആദ്യത്തെ. അവിടെ മാർക്കറ്റിംഗിന്റെ ഹെഡ് അല്ല, കാരണം ഞാൻ കയറിയ പാടാണ്. പോസ്റ്റ് മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് മാനേജർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പോസ്റ്റ്. അതായത് മാർക്കറ്റിംഗ് ഹെഡ് അവിടെ വേറെ ഉണ്ട്, അവരെ അസിസ്റ്റ് ചെയ്യുന്ന ജോബ്. ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കമാൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പെട്ടെന്ന് ഒരു അസിസ്റ്റന്റ് മാനേജറാണ്. അപ്പൊ കമാൻഡിങ്ങിന് വിധേയമാകേണ്ടി വരുമായിരുന്നു. എങ്ങനെയാണ് അതിനെ? അത് ഞാൻ വെൽ ആക്സെപ്റ്റഡ് ആയിരുന്നു. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഒന്നാമത് ജോലി ആസ്വദിച്ച് ചെയ്യുന്നതാണ്. പിന്നെ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് മാറാനും. പിന്നെ കാര്യങ്ങൾ പഠിക്കണം. ഡെഫിനറ്റ് ആയിട്ടും എനിക്ക് അറിയില്ല എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കാരണം മാർക്കറ്റിംഗ് പഠിച്ച് സബ്ജക്ട് അറിയാവുന്നേ ഉള്ളൂ, പക്ഷെ അതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഹെഡ്സിൽ നിന്നാണ് പഠിച്ചത്. അപ്പൊ വളരെ ചെറിയ കാലം, അവിടെ 1 വർഷത്തിൽ താഴെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം അത് കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ജോലി വിടാനുള്ള കാരണം എന്റെ ഹസ്ബൻഡ് ബിസിനസ് തുടങ്ങി. അപ്പോ അതൊരു അഡ്വർടൈസിംഗ് ഫേം ആയിരുന്നു, അഡ്വർടൈസിംഗ് ബ്രാൻഡിംഗ്. നവീൻ. എവിടെയാണ്? നവീന്റെ വീട് തളിപ്പറമ്പിലാണ്, കണ്ണൂര്. കണ്ണൂർ തളിപ്പറമ്പ്. എങ്ങനെയാണ് ഈ പാലക്കാടുകാരി കോഴിക്കോട് ജോലി ചെയ്യുന്നു? ഇങ്ങ് നവീനുമായിട്ടൊരു നവീനെ ഞാൻ പരിചയപ്പെടുന്നത് കോയമ്പത്തൂർ വെച്ചാണ്. ഒരുമിച്ചല്ല, വേറൊരു കോളേജിലാണ് പഠിച്ചിരുന്നത്. പക്ഷെ പരിചയം ഉണ്ടായിരുന്നു. പ്രണയമായിരുന്നു. ഒരു ലൈൻ പാലക്കാടേക്ക് കോയമ്പത്തൂർ വഴി അല്ലെ? ആ സൗഹൃദം അങ്ങനെ വീട്ടിൽ പറഞ്ഞു, വീട്ടുകാർ അംഗീകരിച്ചു. എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, വലിയ രീതിയിൽ എതിർപ്പൊന്നും എതിർപ്പുണ്ടായിരുന്നു. ദൂരം പ്രത്യേകിച്ച് മേനോനൊക്കെ ആവുമ്പോ അങ്ങനെ ഇല്ലായിരുന്നു. കാരണം എന്റെ പാലക്കാട് പറയുമ്പോ പട്ടര്, മേനോൻ ലെവലിലുള്ള ആളുകളാണ്. അവര് രീതി തന്നെ വേറെയാണ്. പ്രത്യേകിച്ച് മലബാറിൽ ഒരു കൾച്ചറേ അല്ല അവിടെ. അവിടെ വെജിറ്റേറിയൻ, പ്യൂർ വെജിറ്റേറിയൻ ആണ്. ഇവിടെ വെജിറ്റേറിയൻ അതിന്റെ കൂടെ ഒരു ഫ്രൈ ഉണ്ടാവും അല്ലെ? ഓണത്തിന് ഇവിടെ ഒരു സദ്യ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ചിക്കൻ പൊരിച്ചിട്ടുണ്ടാവും, ഒരു ഫിഷ് പൊരിച്ചിട്ടുണ്ടാവും. അവിടെ ആലോചിക്കാൻ പറ്റില്ല, വിഷുവിനും പറ്റില്ല. ഉണ്ടാവോ? വീട്ടിലുണ്ടാകാറുണ്ടോ? വെജിറ്റേറിയൻ ആണോ ഫാമിലി? ഫാമിലി അല്ല, എല്ലാവരും അല്ല, ഞാൻ മാത്രം വെജിറ്റേറിയൻ. അപ്പൊ ആ ഒരു സൗഹൃദമാണ് വിവാഹത്തിലേക്ക്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിച്ചത്. എന്ന് വെച്ചാൽ ജോലിയായി കാരണം എനിക്ക് പഠിക്കണം, ജോലി വേണം, അതൊക്കെയായിരുന്നു എന്റെ ഒരു
താല്പര്യങ്ങൾ. അങ്ങനെ ഒരു ധാരണ ഉണ്ടോ? ഇല്ല, പിന്നീടാണ് അതിനെയൊക്കെ ജോലിയൊക്കെ കിട്ടിയ ശേഷം നമുക്ക് രണ്ടുപേർക്കും കഴിഞ്ഞ് 4 വർഷത്തെ ട്യൂട്ടറായി കഴിഞ്ഞപ്പോഴല്ലേ മാരേജ് നടക്കുന്നത്? അതെ. അപ്പൊ ആ ജോലി എന്തായാലും തുടരുമെന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ തീർച്ചയായും പറയുന്നുണ്ട്. ജോലി ഞാൻ വിട്ടിട്ടേ ഇല്ല, ജോലി തുടർന്നു. അപ്പൊ ഹസ്ബൻഡ് ഒരു ബിസിനസ് തുടങ്ങി. അപ്പൊ ബിസിനസ് തുടങ്ങിയപ്പോ ഞാൻ ജോലി വിട്ട് ഞാനും കൂടെ അതിന്റെ അഡ്വർടൈസിംഗ് കമ്പനി നമ്മൾ പോപ്കോൺ എന്നാണ്, എറണാകുളത്ത്. മേജർ ക്ലയൻസ് നമുക്ക് വി ഗാർഡ് ഉണ്ടായിരുന്നു, ഏഷ്യൻ പെയിന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ക്ലയൻസ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവര് ഈവന്റ്സ് ആയിരുന്നു അവർക്ക് വേണ്ടി കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് ബ്രാൻഡിങ് ഏജൻസീസ് വേറെ ഉണ്ട്. നമ്മൾക്ക് പിന്നെ KTM എന്ന് പറഞ്ഞിട്ട് ഒരു ബൈക്ക് ഒക്കെ ഇല്ലേ, അവരൊക്കെ അന്ന് നമ്മുടെ ക്ലയൻസ് ആയിരുന്നു. കേരളത്തിലെ യുവാക്കളുടെ ഹരമായി മാറിയ ഒരു ബൈക്ക്. അതെ, KTM-ന്റെ ഒരു ഓൾ കേരള സൗത്ത് ഇന്ത്യ ചെയ്തിരുന്നു. എത്ര വർഷം? ഞങ്ങൾ 2016 വരെ ആ ബിസിനസ് എറണാകുളത്ത് നടത്തി. ഇപ്പൊ ഹസ്ബൻഡ് ദുബായിലുള്ളത്. 2016 ശേഷം ദുബായിലേക്ക് പോയി. ദുബായില് ഇതേ മേഖല തന്നെയാണ്. ബ്രാൻഡിങ്, അഡ്വർടൈസിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇവന്റ് മാനേജ്മെന്റ്. കൊച്ചിയിൽ അത് ഡ്രോപ്പ് ചെയ്തില്ല. നമ്മൾ പതുക്കെ അതിനെ ഇവിടുന്ന് അങ്ങനെ കൊണ്ടുപോയി പിന്നെ ദുബായിലേക്ക് പോയി ഷിഫ്റ്റ് ചെയ്തു. ആദ്യം ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഓപ്പർച്യൂണിറ്റി ബേസ് ചെയ്തിട്ട് അങ്ങോട്ട് പോയതാണ്. ഒരു സ്ഥലത്ത് തന്നെ കാലാകാലം ഇരിക്കണമെന്നൊരു തോന്നലില്ല. അങ്ങനെയില്ല, സഞ്ചരിച്ചുകൊണ്ടേ നല്ല നിലക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ KTM-ഉം വി ഗാർഡൊക്കെ സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്തിരുന്നുവെങ്കിൽ അത് അങ്ങനെ വിട്ടുപോയില്ല. ഇല്ല, പക്ഷെ നമുക്ക് ബിസിനസ്സിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ. കാരണം ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള പ്രയാസങ്ങൾ. കാരണം ഞങ്ങൾ രണ്ടുപേരും മെയിൻ ആയിട്ടുള്ള പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എല്ലാ സ്ഥാപനങ്ങളും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇപ്പൊ ഇവന്റ്സ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫണ്ട് വേണം, നമ്മൾക്ക് ബാക്കപ്പ് വേണം, നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഫണ്ടുകൾ ഇറക്കണം. അതിപ്പോ എല്ലാ ബിസിനസ്സുകാർക്കും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പെയിൻ ഏരിയയാണ്, കേരളത്തിൽ പ്രത്യേകിച്ചും. നമുക്ക് എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ മാനേജ് ചെയ്യാൻ ഉണ്ടായിരിക്കണം. നമുക്ക് ക്ലയൻസിന്റെ അടുത്ത് നിന്ന് പേയ്മെന്റ് ഡിലേസ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് നടത്തി ആണ് ഡിലേ ആവും. അപ്പൊ അത് നടത്തി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് മാനേജ് ചെയ്ത് പോകാനുള്ള കഷ്ടമുണ്ട്. പിന്നെ ഒരു സ്ഥാപനത്തിൽ കുറച്ച് എംപ്ലോയീസ് ഒക്കെ ആവുമ്പോൾ നമുക്ക് ശരിക്കും പറയുന്നത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അത് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഒരു ബിസിനസ് കൺസൾട്ടന്റ് ആണ് തീർച്ചയായും. അപ്പൊ അങ്ങനെയാണ് ആ സമയത്ത് ഞങ്ങളും കൺസൾട്ടൻസിന്റെ ഹെൽപ്പ് എടുത്തിട്ടുണ്ട്. കാരണം അന്ന് ഇങ്ങനെ നമുക്ക് അങ്ങനെ പരിചയത്തിലുള്ള കൺസൾട്ടൻസിന്റെ ഹെൽപ്പ് എടുത്തിട്ട് ഞങ്ങൾ കമ്പനിയിൽ കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു മേഖലയുണ്ട്. അതാണ് ടേണിംഗ് പോയിന്റ്. എറണാകുളത്ത് നിങ്ങൾ ഈ പറയുന്ന അഡ്വർടൈസിംഗ് കമ്പനി, ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിയപ്പോൾ അത് മാനേജ് ചെയ്യാൻ നിങ്ങൾ നേരിട്ട പ്രതിസന്ധികളിൽ നിന്നാണ് നിങ്ങളിൽ ഒരു ബിസിനസ് കൺസൾട്ടന്റ് എന്ന മോഹം ഉദിക്കുന്നത്. തീർച്ചയായും. അതിന് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തത്? അതിനുവേണ്ടി അപ്പൊ ഞാൻ ഈ ഹസ്ബൻഡിന്റെ കമ്പനിയിലേക്ക് പൂർണ്ണമായും വരുന്നതിന് മുമ്പ് ഞാൻ വേറെ ഒരു സ്ഥാപനത്തിൽ ആരോഗ്യ കേരളം, നമ്മളെ നാഷണൽ ഹെൽത്ത് മിഷൻ, അവിടെ ഞാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോഗ്രാംസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് 4 വർഷം. ആ സമയത്തായിരുന്നു 2 കുട്ടികളുടെ ഡെലിവറി, മാറ്റേണിറ്റി ഒക്കെ. അപ്പോഴൊന്നും ഞാൻ ജോലി വിട്ടിട്ടില്ല. ഞാൻ കണ്ടിന്യൂസ്ലി ജോബിലായിരുന്നു. ജോലി വേണമെന്ന് തോന്നിയില്ല. ജോലി മലയാളി പെൺകുട്ടികൾ ഗർഭിണിയായ വലിയൊരു പണിയാണ്. ചെയ്യാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല, നിൽക്കില്ല കിടക്കില്ല എന്നും പറഞ്ഞ പോലെ അങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഞാൻ പറയുന്നത് ഇപ്പം ഈ നോർമൽ ഇപ്പം നമ്മള് കേരളത്തിലെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുക്കെ ഈ പ്രഗ്നൻസി പോസിറ്റീവ് ആയാൽ തന്നെ അന്ന് മുതൽ എല്ലാ മാസവും ഡോക്ടറെ കാണണം. എല്ലാ 3 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്യണം, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അങ്ങനെ കൊണ്ടു നടക്കട്ടെ ആലോചിച്ചിട്ട്. അവിടെയാണ് നിങ്ങൾ ഈ പ്രഗ്നൻസി പീരീഡിൽ മുഴുവൻ ജോലി? ഞാൻ പ്രഗ്നൻസി പീരീഡിൽ മുഴുവൻ ജോലി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നല്ല രീതിക്ക് അങ്ങനെ ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ JSSK എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ജനനി ശിശു സുരക്ഷാ കാര്യക്രം എന്ന് പറഞ്ഞിട്ട്. അതിന്റെ കോർഡിനേറ്റർ ആയിരുന്നു പാലക്കാട് ജില്ലയിലെ മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, വുമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, അവിടുത്തെ PRO ആയിരുന്നു. അപ്പൊ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടം മുഴുവനും ഈ 2 കുട്ടികളുടെയും ഗർഭകാലം, കുട്ടിയായാലും ആ സമയത്തൊക്കെ ഞാൻ പാലക്കാട് ജില്ലയില്, കാരണം ഞാൻ അവിടെ പാരന്റ്സിന്റെ അടുത്ത് പോയി നിന്നു. അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് പാരന്റ്സിന്റെ കൂടെ പോയി നിന്ന് അവിടെ നിന്ന് കടന്നു വന്നു. ശരിക്ക് MBA അധ്യാപികയായി ആദ്യം, അത് കഴിഞ്ഞ് അത് 4 വർഷത്തെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗ് ഹെഡായി.
അതിനുശേഷം പിന്നെ ഹെൽത്ത് കെയറിലാണ് 4 years കണ്ടിന്യൂസ് ഉണ്ടായിരുന്നത്. ഇതെടുത്തല്ല, അതിനുശേഷം ബിസിനസ് മറ്റേ അഡ്വർടൈസിംഗ് കയറി. പക്ഷേ എങ്കിലും ഞാൻ പ്രസവം കാര്യങ്ങളൊക്കെ ആയിട്ട് പാലക്കാടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് ഈ ആരോഗ്യ ജോലിക്ക് പോയിട്ടുണ്ട്. ഡെലിവറിക്ക് തലേ ദിവസം വരെ ജോലിക്ക് പോയിട്ടുണ്ട്. 2 കുട്ടികൾ പോയിട്ടുണ്ട്. അത് നാച്ചുറലി അത് അങ്ങനെ നടന്ന കാര്യങ്ങളാണ്. പിന്നെന്താ, പിന്നെ പാരന്റ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ ജോലിക്ക് പോകണ്ടെന്നൊന്നും പറയില്ല. ഹസ്ബൻഡ് ആണെങ്കിലും മതി വീട്ടിലിരിക്കണം, ജോലിക്ക് പോകണ്ടെന്നൊന്നും പറയില്ല. എനിക്ക് അവരെ നിർബന്ധിക്കില്ല. ഞാൻ ഓക്കെ ആണെങ്കിൽ പൊക്കോളാൻ. അങ്ങനെ മൂത്തത് ആൺകുട്ടിയാണ്. മോന്റെ പേര് അമൻ എന്നാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കണം ഇപ്പൊ. മോളുടെ പേര് ശിവാനി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 8ലും 6ലും പഠിക്കുന്ന 2 കുട്ടികൾ അല്ലെ. ഈ ദേവകി ആർ മേനോൻ ഈ സ്വതന്ത്ര കൺസൾട്ടന്റായി മാറിയല്ലോ, അതിന് നിങ്ങൾ എങ്ങനെ ഒരു രൂപം നൽകിയത്? അത് പ്രത്യേകിച്ച് ഒരു സ്ഥാപനമുണ്ടോ, എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ, എന്താ അതിന്റെ ഒരു സ്വഭാവം? ഞാൻ അത് രജിസ്റ്റർ ചെയ്തത് കണ്ണൂര് മൈസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് ഇൻക്യുബേറ്റർ ഉണ്ട്. അവിടെയാണ് ഇൻക്യുബേറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ സ്ഥാപനത്തിന്റെ പേര് കച്ചബി എന്നാണ്. എന്താണ് ഈ കച്ചബി? കച്ചബി എന്ന് പറയുന്നത് ഒരു സംസ്കൃതം വേർഡാണ്. അത് സരസ്വതി ദേവിയുടെ വീണയുടെ പേരാണ് കച്ചബി. അപ്പൊ അങ്ങനെ ഒരു പേരിടാൻ കാരണം എന്താന്ന് വെച്ചാല്, നമുക്ക് കച്ചബി അതായത് യൂണിവേഴ്സലി അറിയുന്ന ഒരു കാര്യമാണ്. നോളജിന്റെ ഐക്കൺ എന്ന് പറയുന്നത് സരസ്വതി ദേവിയാണ്. അപ്പൊ കൺസൾട്ടന്റ് ആയാലും പഠിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇതിൽ പഠനമാണ്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പൊ PhD ചെയ്യുന്നു, വേറെയും ഒരുപാട് കോഴ്സുകളും ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഈ കൺസൾട്ടൻസി നമ്മൾ തുടർന്ന് നല്ല രീതിയിൽ നമുക്ക് കൺസൾട്ടിങ് ചെയ്യണമെങ്കിൽ, ഈ മേഖലയിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ പഠിച്ചേ പറ്റും. നിങ്ങളുടെ ലക്ഷ്യം ഇതായിരുന്നു, അവിടെ എത്തി. ഇതിന് കൂടുതൽ മെറ്റീരിയൽ കളക്ട് ചെയ്യണം. അതിനാണ് കച്ചബി എന്ന സ്ഥാപനത്തിലൂടെ ശ്രമിച്ചു. അതെ, അപ്പൊ കച്ചബി എന്ന് പേരിട്ടത് അതുകൊണ്ടാണ്. കാരണം അത് സരസ്വതി ദേവിയുടെ കയ്യിലിരിക്കുന്ന ടൂളാണ് വീണ. അപ്പൊ നമ്മളും ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ജോലി ചെയ്യുന്നത്. ദേവകി ആർ മേനോന്റെ ബിസിനസ് കൺസൾട്ടന്റ് എന്ന ആ ഒരു ജോലി എങ്ങനെ രൂപം കൊണ്ടു എന്ന് നമുക്കൊന്ന് അറിയാം, അവരോടൊന്ന് സംവദിക്കാം. ദേവകി, ഇപ്പം അവിടെ നിന്ന് ഇറങ്ങി എപ്പോഴാണ് ഈ ബിസിനസ് കൺസൾട്ടന്റ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ അഡ്വർടൈസിങ് ആൻഡ് ആ രീതിയിലുള്ള ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന കാലത്താണ് ട്രബിൾസ് മനസ്സിലാകുന്നത്. അതെങ്ങനെ പാച്ചപ്പ് ചെയ്യാം എന്നതിൽ നിന്നാണ് അങ്ങനെ ചിന്ത വരുന്നത്. അപ്പോൾ ഒരു MBA-കാരിക്ക് ഈ രംഗത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമോ? പറ്റുമെന്ന് ചോദിച്ചാൽ അത് എനിക്ക് അങ്ങനെ എല്ലാവരുടെയും കാര്യത്തിൽ പറയാൻ അറിയില്ല. MBA കഴിഞ്ഞ് ഞാനിപ്പോ ഇത്രയും വർക്ക് ചെയ്തല്ലോ. അപ്പൊ ഈ ഹസ്ബൻഡിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൺസൾട്ടന്റ് ആവണം എന്നൊരു ആഗ്രഹം വന്നത്. അപ്പൊ എങ്ങനെ കൺസൾട്ടന്റ് ആവാം എന്ന് എനിക്കും അറിയില്ലായിരുന്നു. കൺസൾട്ടന്റുമാരെ പരിചയമുണ്ട്, പക്ഷെ എന്നാലും കുറെ വർഷം വനിതകൾ ഈ രംഗത്ത് കുറവാണ്. കാരണം എന്താന്ന് വെച്ചാൽ വനിതകൾക്ക് പറ്റാഞ്ഞിട്ടല്ല, ഒരുപക്ഷെ പറഞ്ഞ പോലെ ഫാമിലി സപ്പോർട്ട് വേണം. കാരണം അതൊരു 9 to 5 ജോബ് അല്ല, ഫുൾ ടൈം നമ്മൾ ട്രാവലിംഗ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ വനിതകൾക്ക് അത്യാവശ്യം അത് പ്രതിസന്ധികളുള്ള ഒരു ഏരിയയാണ്. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൺസൾട്ടന്റ് ആവാൻ, അപ്പോൾ ഇനി എത്ര വർഷം ഇങ്ങനെ കുറേ, കാരണം ഈ കൺസൾട്ടന്റുമാരായിട്ട് ഇപ്പൊ ശരിക്കും രംഗത്തുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഒരുപാട് സ്ഥാപനങ്ങളിൽ വലിയ വലിയ പൊസിഷനിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ആയിട്ട് റിട്ടയർ ആവും, അല്ലെങ്കിൽ അവർ കൺസൾട്ടന്റ് ആയിരുന്നു. അപ്പൊ കൺസൾട്ടന്റ് ആവാൻ നല്ല പാടുണ്ട്. യങ്സ്റ്റേഴ്സ് ഇപ്പൊ ഉണ്ട്, നേരത്തെ കൊല്ല കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ 2016 ഇങ്ങനെ അങ്ങനെ ഒരു, അപ്പൊ ഞാൻ ഇനിയും എനിക്ക് എന്തെങ്കിലും ഗ്രോ ചെയ്യണം. അപ്പൊ കൺസൾട്ടന്റ് എന്ന സ്പെസിഫിക് അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള കരിയറിൽ നിന്നും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കുട്ടികളൊക്കെ ആ സമയത്ത് ഡേ കെയറിൽ പോകാൻ തുടങ്ങി ആ ഒരു ടൈം പീരീഡിൽ. അപ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യാദൃശ്ചികമായിട്ട് ഒരു പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് ഞാൻ കാണുകയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് മാനേജ്മെന്റ് കൺസൾട്ടിങ്ങിന് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് വരുന്നു. അതിന്റെ അന്ന് ഉണ്ടായിരുന്ന അവരുടെ എലിജിബിലിറ്റി MBA BTech ആയിരുന്നു. BTech-കാർക്കും MBA-കാർക്കും ആയിരുന്നു ഈ കോഴ്സ് ഫസ്റ്റ്, അല്ലെങ്കിൽ MBA വേണം. അപ്പൊ അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഞാൻ ഹസ്ബൻഡായിട്ട് ഡിസ്കസ് ചെയ്തു, ഞാൻ ഇങ്ങനെ പഠിക്കാൻ പൊക്കോട്ടെ ഇങ്ങനെ ഒരു കോഴ്സ്. ഹസ്ബൻഡ് ഓക്കെ ആയിരുന്നു. ഹസ്ബൻഡിന് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. എനിക്ക് എന്താണോ ഇഷ്ടം, ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യാം, ഇനി ജോലി ചെയ്യണ്ടെന്ന് തോന്നുന്നു ജോലി ചെയ്യണ്ട, പഠിക്കണം പഠിക്കാം. അപ്പൊ എന്റെ മനസ്സിൽ PhD ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഞാൻ ഈ കോളേജിലൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. അപ്പോ ഇത് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ ജോലി രാജിവെക്കണം, എന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ.
അപ്പൊ ഹസ്ബൻഡിന്റെ കമ്പനിയിൽ. അപ്പൊ അവിടുന്ന് ഈ ജോലി രാജി വെച്ചാല് മാറാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഹസ്ബൻഡായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ ഓക്കെ റിസൈൻ ചെയ്യാം. റിസൈൻ ചെയ്തിട്ട് ഞാൻ കോളേജിൽ പഠിക്കാൻ പോയി 2 കൊല്ലം. കുസാറ്റില് DDU കൗൺസിലിംഗ് സെക്കൻഡ് ബാച്ചിലത്തെ സ്റ്റുഡന്റ് ആണ്. അവിടെ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. സെക്കൻഡ് ബാച്ചിലേക്കുള്ള കോൾ ഫോർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പോയി ഞാൻ അഡ്മിഷൻ എടുത്ത് 2 വർഷം പഠനമായിരുന്നു, ഫുൾ പഠിത്തമായിരുന്നു. പിന്നെ ഞാൻ ആ 2 വർഷം ജോലി ചെയ്തില്ല. ഹസ്ബൻഡിന്റെ ബിസിനസ് ഒക്കെ ആ സൈഡിലൂടെ നടക്കുന്നുണ്ട്. സിലബസ് ഒക്കെ എങ്ങനെയായിരുന്നു? സിലബസ് ശരിക്കും ആദ്യത്തെ ഒരു സെമസ്റ്ററിൽ ഫുൾ മാനേജ്മെന്റാ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അത് ഓൾറെഡി MBA പഠിച്ച കാര്യങ്ങളാണ്. എന്നാൽ കൂടെ അത് റിഫ്രഷിംഗ് ആയിരുന്നു. പിന്നെ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ടൂൾസ് നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് ഒരു കൺസൾട്ടിംഗ് സ്ഥാപനം നടത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിക്കേണ്ടത്. വളരെ സ്പെസിഫിക് ആയിട്ട് കൺസൾട്ടന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണത്. ഇപ്പോഴും ആ കോഴ്സിന്റെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അവിടെ. ക്ലാസ് വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. കുസാറ്റിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റി കൂടിയാണ്. അപ്പൊ ഇത് ഒരു മേഖലയിൽ മാത്രമല്ല, സമസ്ത മേഖലകളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവിടുന്ന് 2 വർഷത്തെ കോഴ്സ് കൂടി പഠിച്ച് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അടുത്ത ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു ആ കുസാറ്റില് 2018 പാസ് ഔട്ടായി. ഈ കൺസൾട്ടന്റ് ആകാനുള്ള PG കോഴ്സിന്റെ റാങ്ക് ഹോൾഡർ ആണ്. അതും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ചില കാര്യമല്ല. അന്ന് ഫസ്റ്റ് റാങ്ക് മേടിച്ചത് എനിക്ക് എന്റെ ലൈഫിൽ എനിക്കൊരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ 2 ചെറിയ കുട്ടികളെ വീട്ടിൽ നോക്കണമായിരുന്നു. ഹസ്ബൻഡ് ബിസിനസ്, അതിന്റെ ഇടയിൽ കൂടി പഠിച്ചിട്ടാണ് പാസ്സായത്. പക്ഷെ പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് 2 കൊല്ലം പഠിച്ചു. അപ്പൊ എല്ലാരും ചോദിച്ചിരുന്നു, ഈ ജോലി വിട്ട് ആരെങ്കിലും ഈ കാലത്ത് പഠിക്കാൻ പോകുമെന്ന്. അതായത് ഫുൾ ടൈം കോഴ്സിന് എല്ലാരും സെക്കൻഡ് PG എടുക്കുകയാണെങ്കിൽ യൂഷ്വലി നമ്മൾ പാർട്ട് ടൈം ആയിട്ട് പഠിക്കും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കും. പക്ഷെ ഞാൻ ജോലി വേണ്ട. കാരണം എന്താ വെച്ചാൽ എന്റെ ആഗ്രഹം കൺസൾട്ടന്റ് ആവണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ അത് ജോലി വിട്ടിട്ട് പഠിക്കാൻ പോലും കുഴപ്പമില്ല എന്നുള്ളത്. റാങ്ക് ഹോൾഡറുടെ മുന്നിലാണ് ഇരിക്കുന്നത്. എനിക്കൊരു ബിസിനസ്സുകാരനായ കൊള്ളാമെന്നുണ്ട് കേട്ടോ. ഇപ്പൊ കാരണം ഒരു പരിചയമുള്ള കൺസൾട്ടന്റ് കൂടെ ഉണ്ടല്ലോ. യെസ്. ആദ്യം ഈ കോഴ്സ് കഴിഞ്ഞ് കുസാറ്റിന്ന് ഇത് കഴിഞ്ഞിറങ്ങും, PG എടുത്തിറങ്ങുന്നു, ആദ്യമായിട്ട് ചെയ്തത്? ആദ്യം എനിക്ക് കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്മെന്റ് കിട്ടി. ഞാൻ അവിടെ പാഡിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി, പാഡിൽ കൺസൾട്ടന്റ് ബിസിനസ് കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേം ഉണ്ട്. അല്ല, കൊച്ചിയില്. അവര് അത്യാവശ്യം നല്ല കമ്പനിയാണ്. കേരളത്തിലും പുറത്തുമൊക്കെ ക്ലയൻസ് ഉള്ള ഒരു കമ്പനിയാണ്. അവിടെയാണ് ആദ്യം ജോലി കിട്ടി. അവിടെ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അവിടെ ഞാൻ 2000 വരെ അവിടെ കൺസൾട്ടന്റ് ആയിരുന്നു. അവിടുന്നാണ് കൺസൾട്ടിങ് പഠിച്ചത്. അതായത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കിട്ടിയത്. ഇവിടെ തിയറി പഠിച്ചു, ഇറങ്ങി പ്രാക്ടിക്കൽ കൺസൾട്ടിങ് ആപ്ലിക്കേഷൻ ആ കമ്പനിയിൽ നിന്ന് പഠിച്ചു. അപ്പൊ അവിടെ സീനിയർ കൺസൾട്ടൻസ് ഉണ്ട്, സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട്, ബാക്കി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റു കൺസൾട്ടന്റുമാർ. അപ്പൊ അവരിൽ നിന്നൊക്കെ പല ക്ലയന്റുകളിലൊക്കെ പോയി തന്നെ പരിചയമായി. കൺസൾട്ടിങ് എന്തെന്ന് നന്നായിട്ട് പഠിച്ചു, വർക്ക് ചെയ്യാൻ പഠിച്ചു. പിന്നീട് സാഹചര്യവശാൽ കണ്ണൂരേക്ക് വരേണ്ടി വന്നതാണ് കോവിഡ് വന്നപ്പോൾ. അതുവരെ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഒരു പക്ഷേ കൊച്ചിയിൽ തന്നെ ഏത് കൺസൾട്ടിംഗ് കമ്പനികളിലൊക്കെ കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്തേനെ. കൊച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു ഹെഡ്ക്വാർട്ടറാണ്. വ്യവസായ മേഖലയിൽ ഏറ്റവും കേരളത്തിന്റെ വ്യവസായ ആസ്ഥാനം കൊച്ചിയാണ്. അപ്പൊ കൊച്ചിയിൽ നിന്ന് കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്തേക്ക്, ഈ കണ്ണൂരിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, കണ്ണൂരിൽ വന്നിട്ട് ഈ പണി ഏറ്റെടുത്തപ്പോ എന്ത് തോന്നി? അത് ഞാൻ പ്ലാൻഡ് ആയിട്ട് എടുത്തതല്ല. പക്ഷെ ഞാൻ വന്നു. ഇവിടെ വന്നിട്ട് എനിക്കാണെങ്കിൽ ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് കൺസൾട്ടന്റ് ആയി ചെയ്യണം അങ്ങനെയുള്ള ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, കൺസൾട്ടന്റ് ആവണം, അത്രേ ഉള്ളൂ. അതിപ്പോ എവിടെ വേണേ വർക്ക് ചെയ്തിട്ടോ എങ്ങനെ വേണേ ആവാം. പക്ഷെ അന്ന് കോവിഡ് ഒക്കെ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഫാമിലിയിൽ കുറെ ഡിഫിക്കൽട്ടീസ്. കാരണം കുട്ടികളെ നോക്കാൻ ആരുമില്ല. ഹസ്ബൻഡ് ദുബായിലാണ്. അപ്പോൾ കുട്ടികളെ നോക്കാൻ പാരന്റ്സ് ഇല്ല. ഹസ്ബൻഡിന്റെ പാരന്റ്സ് കണ്ണൂരാണ്, എന്റെ പാരന്റ്സ് പാലക്കാടാണ്. ഞാൻ രാവിലെ ജോലിക്ക് പോയാൽ ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, ലേറ്റ് ആവും വരുമ്പോൾ. അപ്പൊ കുട്ടികളെ നോക്കാൻ ആരുമില്ല. അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ തീരുമാനം എടുത്തു, നാട്ടിലേക്ക് മാറി താമസിക്കാം. അപ്പൊ എനിക്കിപ്പോ വേണമെങ്കിൽ കുട്ടികളെ ഇവിടെ ആക്കി കൊച്ചിയിൽ പോയി വർക്ക് ചെയ്ത് തിരിച്ചും വരാം. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കണ്ണൂർ വരുന്നത്. കണ്ണൂർ വന്നിട്ട് എനിക്കിവിടെ ആരെയും പരിചയമില്ലായിരുന്നു. കാരണം ഞാൻ ഈ നാട്ടിൽ തന്നെ കല്യാണം കഴിഞ്ഞെങ്കിൽ ഇവിടെ വളരെ പുതിയതായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്ന് ആരെ പരിചയപ്പെടുന്ന ഇരിക്കുമ്പോഴാണ് ഈ പോസിറ്റീവ് കമ്മ്യൂൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. പോസിറ്റീവ് കമ്മ്യൂൺ. അങ്ങനെ പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ കുറെ ആളുകളെ പരിചയപ്പെട്ടു. ശരിക്കും നമ്മളുടെ ഒരു ബിസിനസിന്റെ രവീന്ദ്രൻ സാറാണ് അതിന്റെ ഫൗണ്ടർ. പോസിറ്റീവ് കമ്മ്യൂൺ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർ നമ്മുടെ മൂസ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ ആദ്യമായി പരിചയപ്പെട്ടു. അപ്പൊ കുറെ ആളുകളായിട്ട് കണക്ഷനായി ഒറ്റയടിക്ക്. പെട്ടെന്ന് നമുക്ക് കുറെ ആളുകളെ പരിചയപ്പെടുവാണ്. അപ്പൊ ശരിക്കും പറയുക വെച്ചാൽ നമ്മുടെ വളർച്ചയുടെ തുടക്കം എന്ന് പറയുന്നത് നെറ്റ്വർക്കാണ്.
അല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ വേറെ അഡ്വർടൈസ്മെന്റ്സോ അങ്ങനെ ഒന്നുമില്ല, ഒന്നും കൊടുത്തിട്ടില്ല. എന്നെ ആർക്കും അറിയില്ല, ഇവിടെ ഉള്ളവരെ എനിക്കും അറിയില്ല. കുറെ ആളുകളെ പരിചയപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ പിന്നെ ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് നിങ്ങൾ എന്താ ചെയ്യണം, ആ കൺസൾട്ടന്റ്, ഓക്കെ, അപ്പൊ നമുക്കൊരു കൺസൾട്ടന്റിനെ വേണം. അങ്ങനെ സ്ലോലി ആളുകളെ പരിചയപ്പെടാനും വർക്കുകൾ കിട്ടാനും തുടങ്ങി. ഈ കൺസൾട്ടന്റിന്റെ ഈ പ്രേക്ഷകർ കൺസൾട്ടന്റ് എന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഈ കൺസൾട്ടന്റ് ജോലി? ഒരു കൺസൾട്ടന്റ് എന്തൊക്കെ ജോലിയാണ് ചെയ്യുക, ഏതൊക്കെ റേഞ്ചിലാണ്, തീർത്തും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതൊന്ന് വിശദീകരിക്കാം. തീർച്ചയായും. കൺസൾട്ടന്റിന്റെ ജോലി എന്ന് പറഞ്ഞാല് ഇപ്പോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവർ നിൽക്കും. ഏതൊരു ബിസിനസ്സിനും പിന്നീട് എന്ത് ചെയ്യണം, നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിലവിലുള്ള സെയിൽസ് ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടി, മാർക്കറ്റിൽ വേറെ ഒരുപാട് പ്ലെയേഴ്സ് വന്നു, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പുതിയ ടെക്നോളജികളുണ്ട്, നമുക്കില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പഴയ കാലം തൊട്ടിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫ്, ഇവരെ എങ്ങനെ നമ്മൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് എടുക്കണം, ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ആളുകളെ കൊണ്ടുവരുമ്പോൾ എന്ത് തരം കൾച്ചർ കമ്പനിയിൽ ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബിസിനസ്സുകാർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു ആളെ അവർക്ക് ആവശ്യമുണ്ടാവും. നിലവിലുള്ള കമ്പനികൾക്കാണ് നിങ്ങളെ കൊണ്ട് കൂടുതൽ, ഞാൻ കൂടുതലും ചെയ്യുന്നത് നിലവിലുള്ള കമ്പനികൾക്കാണ്. അതല്ലാത്ത കൺസൾട്ടന്റുമാരുണ്ട്. പുതിയ സ്ഥാപനം, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി ആശയം പറഞ്ഞു കൊടുക്കുക, ഫണ്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള മറ്റ് കൺസൾട്ടന്റ്, ഇതിൽ ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട്. എന്റെ ഏരിയ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന റണ്ണിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അപ്ഗ്രേഡ് ചെയ്യാനും ആ സ്ഥാപനത്തെ നവീകരിക്കാനുമുള്ള ആശയങ്ങൾ ഷെയർ ചെയ്യും. അതെ, ഷെയർ ചെയ്യും. അത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നേരിട്ട് ഫിസിക്കലി പോയി ചെയ്തു കൊടുക്കും. ഒരു ക്ലാസ് എടുക്കലല്ല, അല്ല, ഫിസിക്കലി അവിടെ പോയി ചെയ്തു കാര്യങ്ങൾ ഓരോ സ്ഥാപനം. അങ്ങനെ ഇപ്പൊ എത്ര ക്ലയന്റ് ഉണ്ട് നിങ്ങൾക്ക്? ക്ലയൻസ് ഇപ്പൊ ഞാൻ എന്റെ കരിയറിന്റെ തുടക്കം തൊട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ 20ഓളം ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ഇൻഡസ്ട്രികളാണ്, വ്യവസായ അങ്ങനെയില്ല, എല്ലാം ഇമ്പോർട്ടന്റ്. എല്ലാ ഇൻഡസ്ട്രിയും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇൻഡസ്ട്രി ഞാൻ ഉദ്ദേശിച്ചത് ഓരോ സെക്ടേഴ്സ് ആയിരിക്കും. ഇപ്പൊ ഒന്ന് പ്രൊഡക്ഷനിലാണ്, ഹെൽത്ത് കെയർ, ജ്വല്ലറി, ടെക്സ്റ്റൈല്, റീറ്റെയിൽ, മറ്റേ സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ ഇപ്പോ ഹോസ്പിറ്റല്, അങ്ങനെ പലതായിരിക്കും. അപ്പൊ അതെല്ലാം നമ്മൾ പഠിക്കണം, പഠിച്ചിട്ടാണ് അത് ചെയ്യുക. അല്ലാതെ നമുക്കറിയില്ല. അപ്പൊ പുതിയതായിട്ട് ഇപ്പൊ നാളെ വരുന്ന ഒരു സ്ഥാപനം, അവരുടെ ഇൻഡസ്ട്രി എനിക്കറിയില്ല, പക്ഷെ ഇൻഡസ്ട്രി ഞങ്ങൾ പഠിക്കും. പക്ഷെ മാനേജ്മെന്റ് എല്ലായിടത്തും സെയിം ആയിരിക്കും. മാനേജ്മെന്റിൽ നമ്മൾ എക്സ്പേർട്ട് ആണെങ്കിൽ മാനേജ്മെന്റ് എല്ലാവിടെയും സെയിം ആണ്. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്തു. ഇപ്പൊ നിലവിൽ എനിക്ക് ഒരു 4 ക്ലയൻസ് റണ്ണിങ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സമയം തീരുകയാണ്. ഞാൻ ഈ സക്സസ് സ്റ്റോറിയുടെ ഈ ഇന്റർവ്യൂവിന് വരുമ്പോൾ, അഭിമുഖത്തിന് വരുമ്പോൾ ഇത്രയും ആഴത്തിലൂടെ കടന്നു പോകും എന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇതിപ്പോ നല്ല രസകരമാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ കേട്ടിരിക്കേണ്ട, കണ്ടിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട, അറിയേണ്ട കാര്യങ്ങളാണ് ദേവകി ആർ മേനോൻ നമ്മോട് പങ്കുവച്ചത്. കേട്ടല്ലോ, ഒരു പാലക്കാട് ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അവിടുത്തെ സാധാരണ സ്കൂളിൽ പഠിച്ച് ഒരു നൃത്തമറിയാം, പിന്നെ അച്ഛൻ്റെ കൂടെ പോയി ഒരു ഷാർപ്പ് ഷൂട്ടറായി മാറി, പിന്നെ കടന്നു വന്ന വഴികൾ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്തു പോയി. തനിക്ക് വേണ്ട മേഖല BSc കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ഒറ്റ ചാട്ടാണ് എങ്ങനെ MBAയിലേക്ക്. അതെല്ലാം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ BSc കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ആൾക്ക് മറ്റൊരു വിഷയത്തിലേക്ക് മാറാൻ പറ്റുമോ എന്ന് വെച്ചാൽ സാധാരണ ആൾ പറയും, വേണ്ടേ, അത് നടക്കില്ല, വലിയ ഡിഫിക്കൽട്ടാണ്, ബേസ് ഇല്ല, അടിത്തറയില്ല എന്നൊക്കെ പറയാം. പക്ഷേ മനസ്സുണ്ടെങ്കിൽ അടിത്തറ ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് BSc കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് നേരെ MBA, പിന്നെ അതിനകത്ത് PG ചെയ്യാൻ കുസാറ്റിൽ പോകുന്നു, അവിടുത്തെ റാങ്ക് ഹോൾഡർ ആവുന്നു. ഇന്ന് 10-20 കമ്പനികൾക്ക് അതിൻ്റെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന, ഉപദേശം നൽകുന്ന, നിർദ്ദേശം നൽകുന്ന, 2 കുട്ടികളെ പ്രസവിക്കുമ്പോഴും പ്രസവിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ ജോലിക്ക് പോയ ദേവകി. അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടി ജോലി രാജിവെച്ച് പോവുക. അപ്പം നമ്മൾ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയാൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദേവകി ആർ മേനോൻ. അതുകൊണ്ട് തന്നെ ഇവരൊരു പാഠമാണ്. പഠിക്കാം നമുക്ക് ദേവകിയിലൂടെ. നിങ്ങൾ ഈ സക്സസ് സ്റ്റോറി കാണുമ്പോൾ നിങ്ങൾ പെൺകുട്ടികൾക്കും പ്രേക്ഷകർക്കും മനസ്സിലാകും, നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും എത്താൻ സാധിക്കും. ഈ ചർച്ചയിൽ പങ്കെടുത്ത തിരക്കുള്ള സമയത്തിനിടയിലാണ് ദേവകി ആർ മേനോൻ നമുക്ക് വേണ്ടി സമയം അനുവദിച്ചത്. ഒത്തിരി നന്ദി ദേവകി. ഒപ്പം പ്രേക്ഷകർക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി. നമസ്കാരം.